15ാമത്തെ വയസ്സിൽ മൈസൂരിലേക്ക് അച്ചമ്പട്ടം അന്വേഷിച്ച് താങ്കൾ പോയി എന്ന് ഞാൻ കേട്ട കഥ ശരിയാണ്? സത്യം. ഞാൻ അവിടുത്തെ സെമിനാരിയിലെ ഫോണിൽ നിന്ന് ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റണില്ല അമ്മ, അപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അത് അപ്പം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ നമുക്ക് വിളിക്കാൻ ഒരു ഫോണുണ്ട്, അച്ഛന് ഇതേ ഫോണിൻ്റെ കണക്ഷൻ അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരാളുടെ അടുത്തൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ മടത്തിൽ പോയി തിരിച്ചു വന്നൊരു വെച്ച ഇടി കിട്ടിയോ? ഇടി കൊണ്ടിട്ട് ഞാൻ ഓടി, ഞാൻ ആ ടൈം ഓടി അടിച്ചു. നീ മടത്തിൽ പോയി തിരിച്ചു വന്നു, ഞാൻ സെമിനാരിൽ പോയി തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ, അടിപൊളിയല്ലേ. ഇതിങ്ങനെ പറഞ്ഞോ അപ്പോൾ പുള്ളിക്കാരി പ്രായത്തിൻ്റെ ശരിയായിക്കണം. അപ്പോൾ ഓക്കെ, നമോ ഭാഗം എന്ന് പറഞ്ഞിട്ട് നേരെ പോയി. വെൽക്കം ടു ലൈഫ് ബിഹൈൻഡ് ദി മൈക്ക് പോഡ്കാസ്റ്റ്. ഞാൻ റീനു. എനിക്കൊപ്പമുള്ളത് മനസ്സും ശരീരവും ഒക്കെ ആകപ്പാടെ മാറ്റിയിട്ടുള്ളൊരു വ്യക്തിയാണ് ആന്റണി പെപ്പെ. വെൽക്കം. നല്ല ഇൻട്രോ അല്ലേ? അല്ല, ശരിക്കും ദാവീദിന് വേണ്ടിയിട്ട് നല്ല ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. അങ്കമാലിക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂർക്കയും പോർക്കും ഒക്കെ ടേബിളിൽ നിന്ന് ദാവീദിന് വേണ്ടി മാറ്റേണ്ടി വന്നോ? പിന്നെ ഉറപ്പായിട്ട് മാറ്റേണ്ടി വന്നു. ഞാനൊരു RDX കഴിയുന്ന സമയത്ത് എനിക്കൊരു 96 പോയിന്റ് സംതിങ് അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. ദാവീദിന് വേണ്ടി ഒരു 22 കിലോ കുറച്ചു. ഞാൻ ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ട് ആയപ്പോഴേക്കും 74 ആയി. അതുപോലെ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്, സത്യമാണോ എന്ന് പറയണം. 15ാമത്തെ വയസ്സിൽ മൈസൂരിലേക്ക് അച്ചമ്പട്ടം അന്വേഷിച്ച് താങ്കൾ പോയി എന്ന് ഞാൻ കേട്ട കഥ ശരിയാണ്? അതെ. അത് പക്ഷേ എനിക്ക് ആ സമയത്ത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹമായിട്ട് തന്നെ പോയത്, അല്ലാണ്ട് വേറെ. നിങ്ങള് ഞാൻ തന്നെ അച്ഛനാവണമെന്ന്? അത് ഞാൻ ശരിക്കും അങ്ങനെ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി. എനിക്ക് തോന്നുന്നു 9 മാസത്തിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട് അവിടെ. 9 മാസം നിന്ന് കഴിഞ്ഞപ്പോൾ ഫ്രീഡം എന്നുള്ളൊരു സംഭവം ഭയങ്കരമായിട്ട്, അതാണ് എനിക്ക് പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത്. ഫ്രീഡം അതവിടെ കുറച്ച്, പക്ഷേ അവിടുത്തെ റൂളൊക്കെ അനുസരിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് ഒരു വൈദികനാവാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് മാറി. എനിക്കും ഫ്രീഡം വേണം എന്നുള്ളൊരു ആ സമയത്ത് എൻ്റെ തോട്ട് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിർത്തിപ്പോകുന്നത്. ഈ പോകാൻ നേരത്ത് നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മുടെ പേരൻസ് കാണുമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഗജ പോക്കരിയായിരുന്നു. അപ്പോൾ എന്നെ അവിടുത്തെ ഈ മഠത്തിലെ സിസ്റ്റർമാർ ഒരു 10ാം ക്ലാസ്സൊക്കെ ആവുന്ന എല്ലാവരെയും ക്യാമ്പിന് കൊണ്ടുപോകുമല്ലോ. എൻ്റെ വീട്ടിൽ വന്നപ്പോഴേ ഇതാണ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, പൊന്നു സിസ്റ്ററെ മഠം പൊളിക്കും, വെറുതെയാണ് നിങ്ങൾ വിളിക്കണ്ട. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് നല്ല സിസ്റ്റർമാരായിട്ട്. അമ്മ പറഞ്ഞു, ഇത് ഈ വാക്ക് അവൾ അവിടെ നിന്ന് പൊളിച്ച് പുറത്തിയാടുവോ, അല്ലെ അത് പറ്റത്തില്ല, അവളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ എന്നെ വിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പിള്ളേരും പോയി. അപ്പോൾ പെപ്പയെ ചെറുപ്പം തൊട്ട് പേരൻസ് കാണുകയാണല്ലോ. അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ നിന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അനിയൻ അച്ഛനാണ്, പിന്നെ അമ്മയുടെ അനിയത്തിമാർ 2 പേര് സിസ്റ്റേഴ്സാണ്. അപ്പം അവർ വിചാരിച്ച് അങ്ങനെയെങ്കിലും പോയിട്ട് സ്വഭാവം നന്നാവുമെന്ന് വിചാരിച്ചു. പക്ഷെ പോയി പക്ഷെ സ്വഭാവം നന്നായില്ല. എക്സ്പീരിയൻസ് ആയല്ലോ, ഭയങ്കര അത് വേറെ ലൈഫാണ്. കൃത്യം ഒരു നമ്മൾ രാവിലെ 5 മണി ആ സമയത്ത് എണീക്കണം. അത് ഞാൻ മൈസൂരായിരുന്നു, തണുപ്പ്. പിന്നെ അത് കഴിയുമ്പോൾ പക്ക എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ഇരിക്കും. എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ഫീൽ ചെയ്യും. കാരണം എല്ലാ ദിവസവും ഒരേ ടൈമിലെല്ലാം ഭയങ്കര കൃത്യനിഷ്ഠത പരിപാടികളാണ്. ആ ടൈമിൽ ഇന്ന കാര്യം ചെയ്യണം. ഇപ്പം നമുക്ക് ഇപ്പോൾ രാത്രി എനിക്ക് തോന്നുന്നു 8:30 ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള സമയമാണ് എല്ലാവർക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10:30 മാക്സ് 10:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെല്ലടിക്കും, ഉറങ്ങിക്കൊള്ളണം. അത് നമ്മൾ പഠിക്കാതിരിക്കുമെന്ന് അവർക്ക് മാറ്ററല്ല. എക്സാമിന് നമ്മൾ ഈ കുറച്ചുകൂടി സമയം വേണം, അതൊന്നും സമ്മതിക്കില്ല. കറക്റ്റ് സമയത്ത് എല്ലാം ക്ലോസ്. ഡിസിപ്ലിൻ. ഭയങ്കര ഡിസിപ്ലിനാണ്. 9 മാസം പിടിച്ച് നിന്നല്ലോ. 9 മാസം നിന്നു. ഇങ്ങനെ വീട്ടിൽ വിളിച്ച് പറയായിരുന്നു, എന്നെ കൊണ്ട് പറ്റും. സത്യം. ഞാൻ അവിടുത്തെ സെമിനാരിയിലെ ഫോണിൽ നിന്ന് ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റണില്ല അമ്മ, അപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഫ്രീഡം കിട്ടില്ല എന്നൊരു തോന്നല്. അതാട്ടോ സത്യം. അത് അപ്പം എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ നമുക്ക് വിളിക്കാൻ ഒരു ഫോണുണ്ട്, അച്ഛന് ഇതേ ഫോണിൻ്റെ കണക്ഷൻ അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛനത് മനസ്സിലായെന്ന് തോന്നുന്നു. അല്ല, അവർക്ക് ചിലപ്പോൾ അതിന് മുന്നേ കിട്ടിക്കാണും. ആദ്യത്തെ 3-4 മാസം ആയപ്പോഴത്തേനും ഈ കുഞ്ഞാടി ഈ വഴി പോണ കുഞ്ഞാടി നമ്മളിപ്പോൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ വിടില്ല. നമ്മുടെ അടുത്ത് ഒരാഴ്ച ആലോചിക്കാൻ പറയും.
1 വീക്ക് ആലോചിക്കാൻ പറയും. അവിടെയൊക്കെ അങ്ങനെയാണ് നമ്മുടെ അടുത്ത്. പിന്നെ അത്ര നല്ല സ്വഭാവമുള്ളവരെ അപ്പം തന്നെ പറഞ്ഞു വിടും. നിങ്ങളെങ്ങനെ സത്യം പറ? എന്നെ ഒരാഴ്ച എൻ്റെ അടുത്ത് ഒരു ജോളി എന്ന് പറഞ്ഞൊരു അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് പുള്ളി പറയാം എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ അച്ഛന്മാര് കള്ളം അല്ലല്ല കാര്യമായിട്ട്. അപ്പം പുള്ളി നല്ല സ്പിരിച്വൽ ഫാദറാണ്. അപ്പം പുള്ളി വന്നിട്ട് ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു. ഞാൻ സ്വപ്നം കണ്ടതാണ്. അപ്പോൾ ഒരാഴ്ച ശരിക്കും ആലോചിച്ചിട്ട് തീരുമാനം എടുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അച്ഛാന്ന് പറഞ്ഞു. വേറെ ശിവരിത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പോയി പറഞ്ഞു, അച്ഛന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് നമ്മുടെ അടുത്ത് പെരുമാറിയൊന്നുമില്ല കേട്ടോ. ഇവൻ പോകാൻ നിൽക്കണവനുള്ള തെണ്ടി, ഇവന് എന്തെങ്കിലും പണി അങ്ങനെയൊന്നുമില്ല. അവര് പക്ക നല്ല രീതിയിൽ തന്നെ പെരുമാറുള്ളൂ. ശരിക്കും നല്ല ലോഹയൊക്കെ മടക്കി കുത്തി ഇടിക്കണ ഒരു അച്ഛനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മിസ്സായിപ്പോയത്. എന്തൊരു അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാണ്ടല്ല നല്ല പൊട്ടിക്കലിട്ട് ആൾക്കാരുടെ ഇല്ല. നല്ല ഇതുണ്ടല്ലോ ഡാൻസ് ഒക്കെ കളിക്കണ അച്ഛന്മാരിൽ ഇപ്പോ ഇടിക്കാൻ ചെന്ന് അപ്പൊ കിട്ടും. അത് നിങ്ങളെ പോവാത്തോണ്ട് ഇനി അതിലൊരു സാഹചര്യം ഇല്ലല്ലോ. വന്ന സമയത്ത് ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? മിടുക്കം തിരിച്ചെത്തിയിരുന്നു അതോ ഈ ഒരു വഴി? അങ്ങനെയൊന്നുമില്ല. ഇനി എന്താ അടുത്ത പരിപാടി എന്താന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ +1 +2 പഠിക്കാന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പോയത്. അപ്പൊ +1 +2 ചേരാൻ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഇല്ല അതിൻ്റെ ഗ്യാപ്പിൽ എങ്ങും കയറിയില്ല, ജോലിക്കൊന്നും പോയിട്ടില്ല. ഇല്ല അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കുറച്ചാൾ തെണ്ടി തിരിഞ്ഞ് നടന്ന് പിന്നെ അടുത്ത +1 കയറി. നന്നായി. പഠിക്കാനുള്ള ഒരു ഇത് ഓപ്ഷൻ നമുക്കുള്ളത് വളരെ നന്നായി. കുറെ നാൾ ആലോചിക്കേണ്ടി വന്നില്ല. പക്ഷെ ഇതിനിടയിലാണ് എൻ്റെ അടുത്ത സംശയം. 9 വർഷം പ്രണയിച്ചാണ് താങ്കൾ പ്രണയിച്ചത്? 6 വർഷമാണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 6 വർഷം പ്രണയിച്ചുള്ളൂ, സത്യമാണോ? നമ്പർ മാറ്റി പറയണല്ലോ. അപ്പം ഈ ഒരു ഷോർട്ട് ഫിലിമിലുണ്ടല്ലോ, നീ എന്തിനാ ചക്കരെ പള്ളിയിലച്ഛനാകാൻ, ഷോർട്ട് ഫിലിം ആസ്വദിക്കുക, എന്തിനാ പള്ളിയിലച്ഛൻ പട്ടത്തിന് പോയി ചോദിക്കണ പോലെ സെമിനാരിയിലോട്ട് ആ ഫോണൊന്നും വന്നില്ലായിരുന്നല്ലോ, എന്തിനാണ് എന്നെ ഇട്ടിട്ട്? ആ സമയത്തൊന്നും പ്രണയിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഇതുകൊണ്ട് തന്നെയാ പോകുന്നത്. ആ സമയത്ത് ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ആ സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരാളുടെ അടുത്തൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റിയ പരിപാടിയല്ല എന്ന് തോന്നിയിട്ട് നമ്മൾ പിന്നെ അതൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി. നമ്മളെ കൊണ്ട് പറ്റില്ല എന്നാണോ നമ്മൾ പറഞ്ഞിട്ട് വലിയ ഗുണമില്ലാത്തതുകൊണ്ടാണ്? ഇല്ലില്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. വൺ സൈഡ് എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ശരി, ആദ്യമായിട്ട് ഈ കുട്ടിയുടെ അടുത്താണോ പറയണേ? അല്ലല്ല, വേറെ. കാരണം നമ്മൾ കഥകൾ പലത് കേട്ടിട്ടുണ്ട്. വേറെ ഞാൻ +2 പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ തന്നെ മടത്തി പോയി തിരിച്ചു വന്നൊരു വച്ച. ഞാൻ ആ ഡയലോഗ് ഓടി അടിച്ചു. നീ മടത്തി പോയി തിരിച്ചു വന്നു, ഞാൻ സെമിനാരിൽ പോയി തിരിച്ചു വന്നു. അപ്പൊ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ, അടിപൊളിയല്ലേ, ആത്മീയതയിലും നമ്മൾ ഒന്നിച്ചു. അങ്ങനെയൊന്നല്ല, ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്കാരി ചിരിച്ചിട്ട് അത് ശരിയാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ സെറ്റായത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നടക്കാം, പുള്ളിക്കാരി മാത്രം, കൂട്ടുകാരന്മാരൊക്കെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറയണ്ട, അപ്പോൾ പുള്ളിക്കാരി പ്രായത്തിൻ്റെ ശരിയായിക്കോളും. അപ്പോൾ ഓക്കെ നമോ ഭാഗം എന്ന് പറഞ്ഞിട്ട് നേരെ പോയി. ഒരു തീരുമാനമായി. പിന്നെ കുറച്ചാൾ വെറുതെ എങ്ങനെ കണക്ക് കൂട്ടിയാലും അങ്ങോട്ട് ഒക്കണില്ലല്ലോ പെപ്പെ. അച്ഛൻ അതിനിടയിൽ ഒരു ഗ്യാപ്പ് 2 കൊല്ലം പഠിത്തം, പിന്നെ ഒരു 6 കൊല്ലം പ്രേമിക്കാനും കൂടെ കിട്ടണം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരിൽ പോയത്. അപ്പോൾ 1 വർഷം അങ്ങനെ പോയില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ +1 +2 18ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ UC കോളേജിൽ BCAക്ക് ചേർന്നു. അത് വർക്കൗട്ടായില്ല, അങ്ങനെ 1 വർഷം പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മഹാരാജസിൽ കയറുന്നത്. അത് വർക്കായി. അവിടെ എന്തൊക്കെ വർക്കായി? പഠിത്തം മാത്രം? അവിടെ അങ്ങനെ മര്യാദക്ക് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഇടി കിട്ടുന്ന കോളേജാണ്. ചുമ്മാ അങ്ങനെ അതുകൊണ്ടല്ല, നമ്മളങ്ങനെ പോയില്ല. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുൾ ചില്ലിങ് പരിപാടികളും അങ്ങനെ അങ്ങ് പോയി. അതുപോലെ ഇപ്പം പെപ്പയെ കാണുമ്പോൾ എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ കാണുന്നൊരു കാര്യമാണ്, ചെല്ലുന്ന ഉടനെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൂർക്ക, പോർക്കറി, അങ്കമാലി, പോർക്കറി, കൂർക്ക. ചില ഇന്റർവ്യൂസിൽ ഇപ്പം ഇരുന്ന് കഴിയുമ്പോൾ ആലോചിക്കാറുണ്ട്, പിന്നെ വന്നു, പിന്നെ എൻ്റെ സെയിം റിപ്പീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുമല്ലോ. ഇല്ല, മനസ്സിൽ ചിന്തിക്കാറുണ്ടോ, മടുത്ത് ഞാൻ ഇനി എന്നോട് ഇത് ചോദിക്കാതിരുന്നൂടെ ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ടോ? അത് എന്തായാലും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ അതിലോട്ട് കടക്കുന്നില്ല അധികം. പിന്നെ ഈ സിനിമയിൽ വന്ന സമയം പോലെയല്ല ഇപ്പം പണമായി, പ്രശസ്തിയായി,
അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പായി. പക്ഷേ അപ്പൻ ഇപ്പോഴും ഓട്ടോ കൊണ്ട് ഇല്ല, ഇപ്പം പുള്ളി വണ്ടി ഓടിക്കണില്ല. കാരണം പുള്ളി ഫിസിക്കലി കുറച്ച് പ്രശ്നമായിട്ട് മറ്റേ എന്താ വയ്യാണ്ടിരിക്കുക. അപ്പോൾ അത് കാരണം വണ്ടി ഓടിക്കണില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിർത്തിയതല്ലേ? അല്ലാണ്ട് മകൻ ചെന്നിട്ട് ഡാഡി ടേക്ക് റെസ്റ്റ്, അങ്ങനത്തെ നമ്മളെ അവരുടെ ഫ്രീഡത്തിലോ അവരുടെ ഹാപ്പിനെസ്സിലോ നമ്മൾ കൈയെടുത്താൻ പോകാറില്ല. പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെ പുള്ളി എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അതേപോലെ എൻ്റെ ഫ്രീഡത്തിൽ അവർ കൈയെടുത്താറില്ല. നമ്മൾ രണ്ട് സൈഡിലേക്ക് വെക്കണമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം പല ആളുകളുണ്ടല്ലോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന സമയത്ത് ഞാൻ ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഒത്തിരി പേരെ അറിയാമല്ലോ, അപ്പോൾ അവർ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പലപ്പോഴും പറയാൻ മടി കാണിക്കുന്നവരാണ്. അതായത് ഞാനൊരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്നതാണ്, എനിക്കിങ്ങനത്തെ എൻ്റെ അപ്ബ്രിങ്ങിങ്ങിൽ ഞാൻ കഷ്ടപ്പെട്ടു എന്നൊന്നും പറയാത്ത ആളുകൾ ഒത്തിരിയുണ്ട്. പക്ഷേ യു ഹാവ് ബീൻ ഭയങ്കര ഡിഫറെൻറ്റ്, ഓൾവേസ് ബീൻ വെരി പ്രൗഡ് ഓഫ് എന്തിന്ന് വന്നു, ഞാൻ എന്തായെന്ന് പറയുന്നതിൽ എപ്പോഴും അഭിമാനം കണ്ടെത്തുന്ന ഒരാളായിട്ടാണ് എനിക്ക് പെപ്പെ തോന്നിയിട്ടുള്ളത്. ഈ ശരിക്കും പറഞ്ഞാൽ അപ്പൻ്റെ ഒരു വരുമാനത്തിലല്ലേ നിങ്ങൾ ചെറുതായിരുന്ന സമയം മുഴുവൻ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് അമ്മ ചെറിയ ചെറിയ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അമ്മ നിർത്തി. അത് കഴിഞ്ഞപ്പോൾ പെങ്ങൾ ജോലിക്ക് കയറി കാരണം പിന്നെ പെങ്ങളാണ് പെങ്ങളപ്പനും കൂടിയാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ഞാനിങ്ങനെ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കലായിരുന്നു. ചേച്ചിയാണോ? അല്ല, അനീത്യ. പാവം, ഞാൻ ശരിക്കും വിചാരിച്ചു അനിയത്തിന്ന് കേട്ടേക്കാം. അവള് കുറച്ചാള് എനിക്ക് ചെലവിന് തന്നുണ്ട്, മേടിക്കാനുണ്ടോ? നന്നായി. അപ്പോൾ ഈ ചെറുതായിരിക്കുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ കഷ്ടപ്പാടിൽ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് തോന്നില്ലേ, പാവൻ്റെ അപ്പൻ, ഞാൻ ഈ ഓട്ടോ കഴുകിയും അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുത്തു എൻ്റെ അപ്പനെ സഹായിക്കണം, അല്ലെങ്കിൽ അപ്പൻ ഇടയിൽ ചുമ്മാ നടക്കാണ്ട് പണിയെടുക്കണേ. അതൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മാത്രമല്ല, അമ്മയും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കുമല്ല ഇത്, അവര്. അപ്പൊ നമ്മൾ എന്ത് പറയും, പ്ലീസ് യങ് ജനറേഷൻ. അങ്ങനെയൊന്നല്ല, ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ ഭൂമി ഉരുണ്ടല്ലിരിക്കണേ, അത് ശരിയാവും. നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, ശരിയാവും എന്നെങ്കിലും വന്നല്ലോ. എൻ്റെ നമ്പർ വന്നു. അതിങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് നേരത്തെ ശരിയാവും, ചിലർക്ക് കുറച്ച് കഴിഞ്ഞ് ശരിയാവും. സമയം ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. ഇനി അങ്കമാലി ഡയറീസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, 100ഓളം പുതുമുഖങ്ങൾ ലിജോ ജോസ് പെല്ലിശ്ശേരി വരണം, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും. ഞാൻ ഈ സിനിമയ്ക്ക് മുന്നേ തന്നെ ഇതിൻ്റെ ചില ഡിസ്കഷൻസ് കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ആളെ അന്വേഷിക്കുന്ന കഥയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അന്ന് ശരിക്കും ഒരു ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടാണോ അതിലോട്ട് വരണേ? അത് എന്ത് ടൈപ്പ്, പ്രത്യേകിച്ച് ആ ഒരു സിനിമയുണ്ട് ആദ്യം ഇടിച്ചു കാണിക്കാനാണോ പറഞ്ഞത്? അല്ലല്ല, അത് ഞാൻ ഓർക്കുന്നുണ്ട്. മറ്റേ ട്രെയിനിൽ യാത്ര ചെയ്യണം, അപ്പോൾ ഒരു ഓപ്പോസിറ്റ് അഭിനയിക്കാനായിട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ, അതായത് ഞാൻ വെറുതെ ഫോണും പിടിച്ചിങ്ങനെ ഇരിക്കണം. അപ്പോൾ പെൺകുട്ടി എൻ്റെ അടുത്ത് പറയും, ഫോട്ടോ എടുത്തിട്ടേന്ന് ചോദിക്കുക, എൻ്റെ ഫോട്ടോ എടുത്തിട്ടേന്ന്. അപ്പോൾ അതിന്മേന്നുള്ള നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച്. അപ്പോൾ ആദ്യം ഞാൻ ചിരിച്ച് കളിച്ച് എന്താണ് വെറുതെ ചുമ്മാ തമാശ പറയുന്നതാണ്. പുള്ളിക്കാരി സീരിയസ് ആയിട്ട് പറയും. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യത്തിലേക്ക് അങ്ങനെ എന്തൊരു സംഭവമാണ് ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ സീൻസ് കുറേ പടത്തിലുള്ള സീൻസ് കുറച്ച് ചെയ്യിപ്പിച്ചു. അങ്ങനെ കുറേ ചെയ്യിപ്പിച്ചു. വന്നിട്ട് ദേഷ്യത്തിലാന്ന് തോന്നുന്നു ഇവ മതി തീരുമാനിച്ചു. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അവര് അങ്ങനെ എന്നെ കണ്ടിപ്പോ സെലക്ട് ഒന്നും ചെയ്തിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒപ്പം തന്നെ വേറെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഓഡിഷൻസ് അങ്കമാലി പള്ളിയിൽ തന്നെ 2-3 ദിവസത്തെ ഓഡിഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത് കഴിയുമ്പം ഫസ്റ്റ് സിനിമ, അമ്മ, പെങ്ങള്, നാട്ടുകാർ, അപ്പനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ശരിക്കും ആദ്യത്തെ സിനിമ ഒരു സെലിബ്രേഷൻ ആയിരുന്നു നിങ്ങളുടെ നാട്ടിൽ? പിന്നെ ഉറപ്പായിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സ്പീരിയൻസ് ഭയങ്കര, നമുക്കത് എന്താ പറയുക, അത് അനുഭവിക്കാൻ തന്നെ വേണം. അത് ഗംഭീരമായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കണ്ട ഫസ്റ്റ് ഷോ അങ്കമാലി തന്നെയുണ്ട്, കാർണിവൽ സിനിമാസിൽ. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ക്രിക്കറ്റ് ഭ്രാന്തനാണ്, ക്രിക്കറ്റ് ഫുട്ബോളും ഭയങ്കര ഇഷ്ടമാണ്. ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ക്രിക്കറ്റ് അല്ലേ ഒരുപടി മോളിൽ നിൽക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം ക്രിക്കറ്റ്. ഇപ്പോൾ ആദ്യം രണ്ടും കളിക്കായിരുന്നു. ഈ പെപ്പെ എന്നൊരു പേരാണല്ലോ താങ്കൾക്ക് കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റിനോട് ഒരുപാട് ആരാധനയുള്ള ഒരാൾക്കൊരു ഫുട്ബോൾ താരത്തിൻ്റെ പേര്, പക്ഷേ താങ്കൾക്ക് ഫുട്ബോളിനോടും പാഷൻ ഉള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ സിനിമയിലോട്ടുള്ള വരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആകസ്മികമാണോ? അതായത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന്, അല്ലെങ്കിൽ ഇതിലെത്തണം എന്ന് ഓർത്തിട്ട് അതിലോട്ട് വന്നതാണോ, അതോ ഇത് കറങ്ങി തിരിഞ്ഞ് എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ഇത്? എനിക്ക് എത്തണം എന്ന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെ എത്തും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചത് നമ്മുടെ കോളേജിലെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് ഷോർട്ട് ഫിലിംസും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും സിനിമ ചെയ്യുന്നു, അപ്പോൾ അതിനകത്തൊരു ചെറിയ റോൾ ചെയ്യുന്നു, അങ്ങനെ ചെയ്ത് അവരുടെ തന്നെ സിനിമകളിൽ ഇങ്ങനെ ചെയ്യുന്നു, പിന്നെ വേറെ സിനിമകളിൽ അവസരം കിട്ടുന്നു,
അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യണമായിരിക്കില്ലല്ലോ നമ്മുടെ ജീവിതം. അപ്പം ശരിക്കും പറഞ്ഞ ഫസ്റ്റ് മൂവിയോട് കൂടി തന്നെ ഭയങ്കര ഒരു ചേഞ്ച്, ലൈക്ക് ഒരു ആദ്യത്തെ സിനിമ ഹിറ്റാവുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ലക്കും കൂടിയാണ് അല്ലേ? ആ സിനിമ വന്നു കഴിയുമ്പോൾ അത് ഭയങ്കര ലക്കാണ്. ഈ സിനിമയ്ക്ക് ശേഷമാണോ താങ്കൾ പ്രണയിക്കുന്നതും താങ്കളുടെ ലൈഫിൽ മാറ്റം വരുന്നതും? ഇല്ലല്ല, അതിക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്കമാലി ഡയറീസിന് അതിക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. സാധാ പയ്യനെയാണ് അപ്പം ഇഷ്ടപ്പെട്ടതും പ്രണയത്തിലേക്ക് ആവുന്നതും ഒക്കെ. നിങ്ങൾ 2 രാജ്യത്ത് നിന്നിട്ടുള്ള പ്രണയമായിരുന്നില്ലേ? അല്ലല്ല, ഇവിടുന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ അങ്ങോട്ട് പോണത്. അതെ അതെ അതെ. കല്യാണം കഴിഞ്ഞിട്ടാണോ പക്ഷെ പുറത്തോട്ട് പോകുന്നത് പുള്ളിക്കാരി? അല്ലല്ല, അല്ലേ, ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നില്ലേ കുറേ നാള്? അതെ അതെ അതെ. ബാംഗ്ലൂരായിരുന്നു ആദ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ അയർലൻഡിലേക്ക് പോയി. അങ്കമാലി ഡയറീസിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ കഥയാണെന്ന് വരെ ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെയൊന്നുമില്ല, ഒട്ടില്ല. ഇനി ഈ അങ്കമാലി ഡയറീസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ആക്ഷൻ സിനിമകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പാചകജാന്തരം കഴിഞ്ഞിട്ട് നമ്മൾ കരിയർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ 13ഓളം സിനിമകൾ ചെയ്തു. അപ്പം പിന്നെ ഗ്രാഫ് ഒന്ന് മാറ്റി പിടിച്ച പോലെ, അതായത് അടി ഇടി തല്ല് വേണ്ട, നമുക്ക് കുറച്ച് പ്രണയം, തമാശ, ആ ഒരു ലൈനിൽ വന്നു. പക്ഷേ ആ സിനിമകൾക്ക് ഈ സിനിമകളുടെ അത്രയും സ്വീകാര്യത നമ്മുടെ ഇടയിലേക്ക് കിട്ടിയില്ല. എന്നിട്ട് RDX വരുമ്പോഴാണ് ശരിക്കും വീണ്ടും ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വരണേ. അതൊരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു എപ്പോഴെങ്കിലും പെപ്പയ്ക്ക് ആ ഒരു ആംഗിളിൽ നോക്കിയാൽ? എനിക്ക് മറ്റേ അതിനകത്ത് ആക്ഷൻ സീക്വൻസിന് കൈ കിട്ടിയപ്പോഴല്ല എനിക്ക് സന്തോഷമായത്. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കോമഡികൾക്ക് ആൾക്കാർ ചിരിക്കണ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും തിയേറ്ററിൽ ഞാൻ ജയിച്ചുല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് ആൾക്കാരെ നോക്കുമ്പോൾ ആൾക്കാരിരുന്ന് ചിരിക്കണമെന്ന് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ആക്ഷൻ സീക്വൻസിന് കൈ കിട്ടിയപ്പോൾ എനിക്ക് അത്ര വലിയ ഇതൊന്നും തോന്നിയൊന്നുമില്ല. എന്ത് മനുഷ്യനാണോ അല്ല, പക്ഷെ കുഞ്ഞു കുഞ്ഞു കോമഡിക്ക് ആൾക്കാരിരുന്ന് തിയേറ്ററിൽ നിന്ന് ചിരിക്കണം. അതത് കോമഡി ഒന്നുമല്ല, അത് സീനിൻ്റെ പവറാണ്, നമ്മുടെ പെർഫോമൻസിൻ്റെ ഇതല്ല. പക്ഷെ അതുവരെ വന്നപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരുടെ ആ തിയേറ്ററിൽ മൊത്തം ഉണ്ടാകുന്ന ചിരി, അത് നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു, ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടിപ്പടം ഇതിൻ്റെ ഒരു ഇതിൽ പുള്ളി എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുക എന്ന് ഓർക്കുമ്പോൾ ഇതിലാണ് താങ്കൾ എക്സൈറ്റഡ് ആയത്. പക്ഷേ ആ ഒരു സമയത്തില്ലേ ഈ ഒരു ഇതിൻ്റെ ഒരു ഇടയിലൊരു പീരീഡ് ഉണ്ട്, ഒരു സ്ട്രെസ് ഫാക്ടർ എഫക്റ്റ് ചെയ്തോ? കാരണം ഉണ്ടായിരുന്നു ഇല്ലേ, അതിൻ്റെ ഇടയിൽ അതായത് 1-2-3 പരിപാടികൾ വർക്കൗട്ടായില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അതായത് RDX ഷൂട്ട് ചെയ്യണേക്ക് മുമ്പ് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, ഇതോടുകൂടി ഞാൻ പരിപാടി നിർത്താണ്, RDXോടുകൂടി പരിപാടി നിർത്താണ്, ഇതാണ് ലാസ്റ്റ്. അങ്ങനെ വരെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ RDX ഒന്നും ഒരിക്കലും വർക്കൗട്ട് ആവില്ല, എൻ്റെ മനസ്സിലെ തോട്ടാണ്. അതുണ്ടാവില്ല മനുഷ്യൻ. പക്ഷേ ഞാൻ തിയേറ്ററിലൊന്നും പോയൊന്നുമില്ല ഫസ്റ്റ് ഡേ. പക്ഷേ പടം കഴിഞ്ഞപ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി. അപ്പോഴെനിക്ക് വിശ്വാസമായില്ല. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അടുത്ത ദിവസമൊക്കെയാണ് ഞാൻ പുറത്തേക്ക് ചാടിയത്. നിങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ചെന്നിരുന്ന എല്ലാവരും കൈയൊക്കെ അടിച്ചപ്പോൾ കണ്ണു തുടയ്ക്കണ പരിപാടിയൊന്നും ഇല്ല? ഇല്ല ഇല്ല ഇല്ല, ഞാൻ പോകാറില്ല. യൂഷ്വലി പോകാറില്ല? ഇല്ല, ഞാൻ ജസ്റ്റ് തിയേറ്ററിൻ്റെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി ആ കണ്ടെയ്നർ റോട്ടിൽ കൂടെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് അങ്ങനത്തെ പരിപാടി. ഒരു സിനിമയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടിട്ടില്ല? അങ്കമാലി ഡയറീസ് കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നു? അത് പക്ഷെ ഒന്നും ഇല്ലായ്കയിൽ നിന്ന് ചെല്ലുമ്പോൾ പോലും അത് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ ഫസ്റ്റ് സിനിമ നഷ്ടപ്പെടാനില്ല. അത് വർക്കായില്ലെങ്കിൽ തന്നെ പിന്നെ വിളിക്കാൻ താൻ ഇനി നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ, അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ. അത് പിന്നെ രണ്ടാമത്തെ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പടാന്ന് പറഞ്ഞത് കാണാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് പോയിരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ജേർണിയിൽ ഇപ്പം വൺ ആഫ്റ്റർ ദി അതർ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലെന്ന് പറയുമെങ്കിലും ആദ്യം കിട്ടിയ അങ്കമാലി ഡയറീസ് നമുക്കിവിടെ ഇരിപ്പുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ പിന്നത്തെ സിനിമകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിജയങ്ങൾ വരുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ആ ഒരു ഡിപ്പ് വരണേ, ഈ സിനിമ വർക്കൗട്ട് ആവാണ്ടിരിക്കുക. അതിലൊരു സ്ട്രെസ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുന്നു, അയ്യോ നമ്മൾ ഇടിച്ചാൽ മാത്രമേ ആളുകൾക്ക് ഇഷ്ടമാകൂ എന്നുള്ളൊരു രീതി ആളുകളുടെ മനസ്സിലേക്ക് ഞാൻ കൊടുത്തോ, ഞാൻ ആക്ഷൻ തന്നെ ചെയ്താലേ അവർ അംഗീകരിക്കൂ എന്നുള്ളൊരു സാധനം വന്നോ, അല്ലെങ്കിൽ അങ്ങനെ വരുമോ എന്നൊന്നും പിന്നെ ഒരു ഈ ദാവീദിലേക്ക് വരുന്ന സമയത്തൊക്കെ ആയപ്പോഴത്തേനും തോന്നിയില്ലേ? അങ്ങനെയല്ല, പക്ഷെ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചേ, ആക്ഷനെങ്കിലും ആൾക്കാർ അംഗീകരിക്കണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ആലോചിച്ചു. പിന്നെ നമുക്ക് ആക്ഷൻ മാത്രം ചെയ്യാനല്ല, എല്ലാ ടൈപ്പ് പരിപാടികളും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ചിന്തിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കോമഡി, RDXിലെ ലൈറ്റ് പരിപാടികൾ ആൾക്കാർ ചിരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അങ്ങനത്തെ പരിപാടി ചെയ്യണമെന്നുണ്ട്, ത്രില്ലേഴ്സ് ചെയ്യണമെന്നുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് പരിപാടികൾ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഓരോന്നായിട്ട് ഇനി പതുക്കെ വരുമെന്നല്ലേ പറഞ്ഞത്? ട്രൈ ചെയ്ത് നോക്കണം. അതിന് പറ്റിയ പരിപാടികൾ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.